കൊറിയർ സർവീസ് നിർത്തിവെച്ച് KSRTC. സേവനം മതിയാക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നിർദ്ദേശം നൽകി. സർവീസ് മോശമാണെന്ന വ്യാപക പരാതി ഉയർന്നതിന് പിന്നാലെയാണ് KSRTC ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ആന്ധ്രയിലെ സ്വകാര്യ ഏജൻസിയാണ് കൊറിയർ സർവീസ് നടത്തുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് തിരുവനന്തപുരത്ത്. പ്രശാന്ത്, ഈ കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട് KSRTCക്ക് വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടതാണ്. സ്വാഭാവികമായും ഇത്രയധികം വാഹനങ്ങൾ ഓടുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു സംവിധാനത്തിന് അത് എളുപ്പം നിർവഹിക്കാൻ കഴിയുമെന്ന് വിലയിരുത്തപ്പെട്ടതാണ്. പക്ഷേ പതിവ് പോലെ ഒരു സ്വകാര്യ സംവിധാനത്തെ ഏർപ്പെടുത്തുന്നു. അത് പിന്നീട് വീണ്ടും വലിയ പരാതികൾ വരുന്നു. അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ. അപ്പോൾ ഇത് പൂർണ്ണമായും നിർത്തലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ, അതോ സർക്കാർ വീണ്ടും ഈ സർവീസ് അല്ലെങ്കിൽ KSRTC നേരിട്ട് ഇത് നടപ്പിലാക്കുമോ? എന്താണ് വിശദാംശങ്ങൾ പ്രശാന്ത്? പ്രജിത്ത്, സിംഗു സൊല്യൂഷൻ എന്ന ആന്ധ്ര കേന്ദ്രീകൃതമായിട്ടൊരു കമ്പനി, ആ കമ്പനിയാണ് നിലവിൽ ഈ കൊറിയർ സർവീസ് നടത്തി വന്നിരുന്നത്. ആ കമ്പനിയോടാണ് പ്രവർത്തനം നിർത്തിവെക്കാൻ ഇപ്പോൾ സർക്കാർ KSRTC പറഞ്ഞിരിക്കുന്നത്. കാരണം വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, ഇവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, ഈ കൊറിയർ നൽകാനെത്തുന്ന കസ്റ്റമേഴ്സിനെ അടക്കം അവിടുത്തെ ഈ സർവീസ് നടത്തുന്നവർ ഇത്തരത്തിൽ വഴക്ക് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സർവീസ് വളരെ മോശമെന്ന അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നിലവിൽ നിർത്തിവെക്കാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ പ്രവർത്തിക്കുന്നില്ല എന്ന തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഷനിലെ കൊറിയർ ഓഫീസിൽ ബോർഡ് എഴുതി വെക്കുകയും ചെയ്തു. അനിശ്ചിതകാലത്തേക്കായിട്ട് പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, 2023 ഇത് ഈ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്നതെങ്കിൽ അതിൽ ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ്. ഗണേഷ് കുമാർ ഇത്തരത്തിൽ ഗതാഗത മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതൊരു സ്വകാര്യ ഏജൻസിക്ക് നൽകുന്നത്. ആ സ്വകാര്യ ഏജൻസിക്ക് നൽകുന്നതിനോടനുബന്ധിച്ച് അന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു കാര്യക്ഷമത, അതായത് നിലവിലെ കൊറിയർ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ വേഗത്തിൽ കാര്യങ്ങൾ നിറവേറ്റുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുന്നതെന്നാണ് അന്ന് പറഞ്ഞത്. അത് അതുവരെ നടത്തി വന്നുകൊണ്ടിരുന്നത് അതത് ഇതുമായി ബന്ധപ്പെട്ട് KSRTCയിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെയായിരുന്നു ചുമതല നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറ്റിക്കൊണ്ടാണ് ഈ ഏജൻസി ഏൽപ്പിക്കുന്നത്. പക്ഷേ ഈ ഏജൻസി ഏൽപ്പിച്ചതോടുകൂടി തന്നെ കൊറിയർ സർവീസുകൾ വലിയ രീതിയിൽ വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. 19 മണിക്കൂർ വരെയൊക്കെ ഈ കൊറിയർ സർവീസുകൾ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ തുടർന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കസ്റ്റമേഴ്സിനോടുള്ള മോശം പെരുമാറ്റമെല്ലാം വന്നതോടുകൂടി തന്നെയാണ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ സിംഗു സൊല്യൂഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തുടർന്ന് മറ്റു ടെൻഡർ വിളിച്ചുകൊണ്ട് അടുത്ത കമ്പനി ഏൽപ്പിക്കുക, അല്ലെങ്കിൽ സർക്കാർ തന്നെ KSRTC ജീവനക്കാരെ വെച്ചുകൊണ്ട് തന്നെ നേരത്തെ നടത്തിയതുപോലെയോ നടത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കൊറിയർ സർവീസുകൾ നിലവിൽ നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ട കൊറിയർ ഒന്നും സ്വീകരിക്കേണ്ട എന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഉപകാരപ്രദമായൊരു കൊറിയർ സർവീസായിരുന്നു KSRTC വഴി നടത്തി വന്നത്. കാരണം നമുക്കറിയാം, KSRTCക്ക് കേരളത്തിൽ എല്ലായിടത്തും സർവീസുണ്ട്, അതോടൊപ്പം തന്നെ ഡിപ്പോകളുമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേഗത്തിൽ കൊറിയർ എത്തിക്കാൻ സാധിക്കും. 7 മണിക്കൂറിനുള്ളിൽ എല്ലായിടങ്ങളിലേക്കും കൊറിയർ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയൊക്കെയാണ് KSRTC ആദ്യം ആരംഭിക്കുന്നതെങ്കിൽ പിന്നീട് സ്വകാര്യ ഏജൻസിക്ക് നൽകിയതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വൈകിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, ഇത്തരത്തിൽ ഈ ആലംഭാവം എല്ലാം ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജീവനക്കാർ, അതായത് 25% സർവീസുകൾ ഈ KSRTCയുടെ തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടി തന്നെ മലയോര മേഖലകൾ അടക്കമുള്ള ഈ ഗ്രാമീണ മേഖലകളിലേക്ക് കൊറിയർ എത്താൻ കഴിയാത്തൊരു നിലയിലേക്ക് എത്തി. വലിയ ദൂരത്ത് നിന്ന് ഡിപ്പോയിലേക്ക് മറ്റു വാഹനങ്ങൾ പിടിച്ച് ഡിപ്പോകളിൽ വന്ന് കൊറിയർ വാങ്ങേണ്ട ആവശ്യം, കൊറിയർ നൽകേണ്ട അവസ്ഥ ഒക്കെ ഉണ്ടായി. ഇത്തരം സ്ഥിതികളൊക്കെ ഉണ്ടായതോടുകൂടി തന്നെയാണ് ഇപ്പോൾ താൽക്കാലികമായി കൊറിയർ സർവീസ് നിർത്തിവെക്കാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൈകാതെ ടെൻഡർ വിളിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസി ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഈ KSRTC ജീവനക്കാരെ വെച്ചുകൊണ്ട് തന്നെ നേരത്തെ നടത്തിയ അതേ രീതിയിൽ ആ സർവീസ് പുനരാരംഭിക്കാനുള്ളൊരു പദ്ധതിയിലേക്ക് സർക്കാരും അതോടൊപ്പം തന്നെ KSRTCയും കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ, പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ജനോപകാരപ്രദമായിട്ടുള്ള ചില പദ്ധതികൾ അത് എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി.